കൈത്താക്കാലം 4-ാം വ്യാഴം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മനുഷ്യപുത്രന്റെ ആഗമനം. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്ന് അത് സൃഷ്ടിച്ചവൻ തന്നെ പറയുന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നറിയാനുള്ള ത്വര എല്ലാ മനുഷ്യരിലുമുണ്ട്. ആദിമ നൂറ്റാണ്ടു മുതൽ അതിനെക്കുറിച്ച് പലരും പ്രവചിച്ചു. എല്ലാം തെറ്റിപ്പോയി. കാരണം ആ ദിനം പിതാവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. മിന്നൽ പിണർ പോലെ ഒരറ്റത്തു നിന്ന് വന്ന് നിമിഷാർദ്ധം കൊണ്ട് അത് മറ്റേ അറ്റം വരെ കടന്നു പോകുന്നു. അതിനാൽ ജാഗരൂകതയോടെ ജീവിക്കുക എന്നതാണ് ഇന്നത്തെ സന്ദേശം. നോഹയുടെ കാലത്തെ പ്രളയം, ലോത്തിന്റെ കാലത്തെ അഗ്നിപ്രളയവുമൊക്കെ ജഡിക ജീവിതത്തിന് മനുഷ്യവർഗം ഏറ്റുവാങ്ങിയ ശിക്ഷകളായിരുന്നു. പഴയകാല സ്മരണകളെ അനുസ്മരിപ്പിച്ച് പശ്ചാത്താപത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം. പഴയകാല പാപത്തിന്റെ ആസക്തികളെ സമൂലം വെടിയാതെ വീണ്ടും അതിലേക്ക് പിന്തിരിഞ്ഞാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച പോലെ നാമും ഉപ്പുതൂണായി മാറും. പഴയ ആകാശവും ഭൂമിയും കടന്നുപോകും. അതിനുശേഷം പുതിയവ കടന്നുവരും. ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരിൽ ഇപ്പോൾ തന്നെ ദൈവരാജ്യം കുടികൊള്ളുന്നു. അത് നമ്മിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവാണ് പുതിയ ജീവിതത്തിന് വേണ്ട യോഗ്യത. സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ പ്രമാണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരിൽ ഇപ്പോൾ തന്നെ ദൈവരാജ്യം കുടികൊള്ളുന്നു.